യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണാൻ കേരളത്തിലെ എംപിമാർ. കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഒന്നിച്ച് പ്രധാനമന്ത്രിയെ കാണുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി 24നോട് പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയിലെ സത്യാവസ്ഥ എന്താണെന്നറിയാൻ പാർലമെന്റിൽ വിഷയം ഉന്നയിക്കുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷ് എംപി ചേരുകയാണ് 24നൊപ്പം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുകയാണ്. ഒട്ടേറെ വിഷയങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഒരു സമീപനം? പഹൽഗാമിൽ ഉണ്ടായ തീവ്രവാദി ആക്രമണം, അതിൽ 26 മനുഷ്യജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ലോകത്തെ ആകെ നടുക്കിയ ഒരു തീവ്രവാദി ആക്രമണമാണ്. അതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ജമ്മു കാശ്മീരിലെ ഗവർണർ തന്നെ സമ്മതിച്ചിരിക്കുന്നു. അതിനെ തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ, അതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അവകാശം ഉന്നയിച്ചു. എൻ്റെ ഇടപെടൽ കൊണ്ടാണ് യുദ്ധം അവസാനിപ്പിച്ചതെന്നും സീസ് നടത്തിയതെന്നും ഒക്കെ പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് അത് അവകാശപ്പെടുകയാണ്. നിജസ്ഥിതി എന്താണെന്ന് അറിയണം. ഇവിടെ ഗവൺമെൻറ് എന്താണ്, ട്രംപിൻ്റെ അവകാശവാദത്തെക്കുറിച്ച് ഗവൺമെൻറ്റിന് എന്താണ് പറയാനുള്ളത്? അതുകൊണ്ട് പഹൽഗാം ആക്രമണവും അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറും കഴിഞ്ഞിട്ട് ചേരുന്ന ആദ്യത്തെ സമ്മേളനമാണ് ഈ മൺസൂൺ സെഷൻ. അപ്പോൾ ഈ സെഷനിൽ അത് ചർച്ച ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്, രാജ്യത്തെ ജനങ്ങൾക്ക് ആഗ്രഹമുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ ഒന്നാമത്തെ അജണ്ടയായിട്ട് ഞങ്ങൾ സഭയിൽ കൊണ്ടുവരികയാണ്. മറ്റൊന്ന്, ഇപ്പോൾ അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യ അപകടം, എത്ര പേരാണ് മരിച്ചത്? അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വ്യോമയാന രംഗത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധി, അതിൻ്റെ വിഷയങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ഓരോന്നോരോന്നായി പ്രതിപക്ഷം ഈ ഒരു മാസക്കാലത്തെ സമ്മേളനത്തിൽ ഉയർത്തിക്കൊണ്ടുവരും. പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറിനെയും സംബന്ധിച്ചിടത്തോളം പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചില്ല. അതേസമയം ഇത് സംബന്ധിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി സംസാരിക്കാൻ വേണ്ടി ഉള്ള സംഘത്തിൽ സഹകരിക്കുകയും ചെയ്തു കോൺഗ്രസ്. ഇതൊരു കൃത്യമായ സമീപനമായിരുന്നു. സ്വന്തം സഭാ അംഗങ്ങളെ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ പോലും അത് സംബന്ധിച്ച് വിശദീകരിക്കാതെ വിദേശത്തേക്ക് സഹകരിച്ചു കഴിഞ്ഞു. ഇപ്പോഴും സർക്കാർ അതിലൊരു വിശദീകരണം നൽകിയിട്ടില്ല എന്നുള്ളതാണോ? ഇപ്പോൾ പ്രത്യേക സമ്മേളനം ഗവൺമെൻറ് വിളിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഈ ഡെലിഗേഷനിൽ അംഗമാകുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അംഗമായി. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളാണ് വലുത്. നമ്മുടെ രാജ്യം ഇക്കാര്യത്തിൽ പഹൽഗാമിലും അതിനെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂറും ഉണ്ടാകേണ്ട സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് മറ്റ് രാജ്യങ്ങളിൽ വിശദീകരിച്ച് ആ രാജ്യങ്ങളുടെ പിന്തുണ തേടാനുള്ള കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം, ആ തീരുമാനത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുകയും കോൺഗ്രസിൻ്റെ ഇന്ത്യ ബ്ലോക്കിലെ അംഗങ്ങൾ അതിൽ സജീവമായി പങ്കെടുക്കുകയും അതിൽ 2-3 നേതാക്കന്മാർ അതിൻ്റെ ആ സംഘത്തിൻ്റെ തലവന്മാരായി പോവുകയും ചെയ്തു. അതാണ് യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വധശിക്ഷ വിധിച്ചിരുന്നതാണ് തൽക്കാലത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉന്നയിക്കുമോ പാർലമെന്റ്? നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഏതൊക്കെ തലത്തിൽ ഇടപെടാൻ പറ്റുമോ ഇടപെടണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ കേരളത്തിലെ എംപിമാർ ഒരുമിച്ച് ഗവൺമെൻറ്റിനെ, വിദേശകാര്യമന്ത്രിയും കഴിയുമെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കാണാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ വിശദീകരണം നൽകണമെന്നും ഒപ്പം തന്നെ നിമിഷപ്രിയ വിഷയം അടക്കമുള്ള സുപ്രധാന വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കും എന്നുമാണ് കൊടിക്കുന്നിൽ സുരേഷ് എംപി വ്യക്തമാക്കുന്നത്. ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.